ഞങ്ങൾ ഈ ഒരു വീഡിയോയില് മൊത്തത്തിൽ പറഞ്ഞത് ഈ എന്തുകൊണ്ട് റിവേഴ്സ് മൈഗ്രേഷൻ നടക്കുന്നു എന്നുള്ളൊരു കാര്യമാണ്. എന്തുകൊണ്ടാണ് അതിന്റെ പോയിന്റ്സ് ആണ് ഞങ്ങൾ ഇന്ന് കവർ ചെയ്ത് പോയത്. അപ്പോ അതൊക്കെ ഇനി വരുന്ന ആളുകൾ ഇതൊക്കെ ആക്സെപ്റ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ മാത്രം മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. റിവേഴ്സ് മൈഗ്രേഷൻ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ എന്റെ ഏറ്റവും പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം ഇവിടുത്തെ ഒരു സോഷ്യൽ ലൈഫിന്റെ ഒരു കുറവാണ് ഒരു റിവേഴ്സ് മൈഗ്രേഷൻ ഏറ്റവും കൂടുതൽ കാരണമാകുന്നെന്ന് അല്ലെ? ശരിയാണ്. നമുക്കൊരു നല്ലൊരു സർക്കിൾ കിട്ടിയില്ലെങ്കിൽ ഭയങ്കര പാടം അവിടെ പിടിച്ചിരിക്കാൻ. ഒരു UK സംബന്ധിച്ചോളം നമുക്കറിയാം, നമ്മളിവിടെ വരുമ്പോ തന്നെ വലിയൊരു ബാധ്യത എടുത്തു വെച്ചിട്ടാണ് നമ്മൾ വന്നത്. അപ്പൊ നമ്മൾ ഒരു ദിവസം 85 പൗണ്ട് എന്നുള്ളതാണ്. ഞാൻ അവനായിട്ട് കമ്പനി അടിക്കാൻ പോയാൽ ആ ദിവസം പണിക്കാൻ പറ്റില്ല, എന്റെ 85 പൗണ്ട് പോകും, എനിക്ക് ബാങ്കിലോട്ട് അടയ്ക്കാനുള്ള ലോൺ മാറും. ആ ഒരു ടെൻഷനിലാണ് ഇവിടെ. പൈസ എന്ത് എന്റർടൈൻമെന്റ് നമ്മൾ പോയാലും അതിന് എത്ര രൂപ ചെലവാകും എന്നാണ് നമ്മൾ ആദ്യം ചിന്തിക്കുന്നത്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഒരു കല്യാണം കൂടാൻ പോയി, നമ്മൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കില്ല. ഇടിച്ചു പിടിച്ച് സദ്യ ഉണ്ണുക, തിരിച്ചു വരിക, ആ സദ്യ കുറ്റം പറയുക, ഇത്രേ ഉള്ളൂ. പക്ഷെ ഇതൊക്കെ നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്കുമാണ് അതൊക്കെ മിസ്സാവുന്നത്. അങ്ങനെ ഒരു നമുക്ക് പോയി ചെന്ന് കയറി ഒരു പൈസ മുടക്കും ഇല്ലാതെ എന്റർടൈൻമെന്റ് ചെയ്ത് തിരിച്ചു വരിക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ ശരിക്കും പറയുകയാണെങ്കിൽ. ഇനി അടുത്തൊരു റിവേഴ്സ് മൈഗ്രേഷൻ പ്രശ്നമാണ്. ഇപ്പൊ നാട്ടിലിപ്പോ ഉദാഹരണത്തിന് 25,000 രൂപ ശമ്പളം കിട്ടുന്ന ഒരാൾ, അയാൾ ചിലപ്പോൾ നിൽക്കുന്നത് ഒരു 10,000 രൂപ വാടക കൊടുത്ത് ഒരു വീട്ടിൽ നിൽക്കുവാണ്. ആ വീട്ടിൽ അവർക്ക് എന്തൊക്കെയുണ്ട്? ഒരു അടുക്കള ഉണ്ടാവും, ഒരു റൂം ഉണ്ടാവും, ഒരു ബാത്റൂം ഉണ്ടാവും. പക്ഷെ ഇവിടെ 1,20,000 1,50,000 രൂപ കിട്ടുന്ന ഒരാൾ, അയാൾ ഇവിടെ വന്ന് നിൽക്കുന്ന വീട്ടിൽ എന്തൊക്കെ ഉണ്ടാവും? ഒരു റൂമും ഷെയർഡ് ബാത്റൂം. അതായത് 5 റൂമുള്ള ഒരു വീട്ടില് 5 റൂമിലും ആൾക്കാരുണ്ടാവും, അവർക്കെല്ലാം കൂടി ഒരു ബാത്റൂം ഉണ്ടാവും. അങ്ങനെ ഒരു വേഴ്സ്റ്റ് സിറ്റുവേഷൻ, അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ജീവിക്കാൻ പറ്റുകയില്ലാത്ത ആൾക്കാരും ഈ റിവേഴ്സ് മൈഗ്രേഷൻ, അത് തിരിച്ച് നാട്ടിൽ പോയി. അതായത് എനിക്ക് അവിടെ 25,000 രൂപ വീട്ടിക്കൊണ്ടിരുന്നപ്പോ ഞാൻ എല്ലാ ദിവസവും താമസിച്ചോണ്ടത് ഇത്രയും വലിയൊരു വീട്ടിലാണ്. ആ വീട് പറ്റാത്തതുകൊണ്ടാണ് അവരിവിടെ വന്നത്. പക്ഷെ ഇവിടെ വന്നു കഴിയുമ്പോൾ അതിലും പരിതാപകരമായ സിറ്റുവേഷനിലോട്ട് പോകുന്നത് കൊണ്ട് തിരിച്ചു പോകുന്നവരും ഉണ്ട്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ഇവിടുത്തെ ശമ്പളത്തിന്റെ കാര്യവും പിടിക്കുന്ന ടാക്സിന്റെ കാര്യം, എത്ര രൂപ കൈ കിട്ടും, അതിന് പ്രത്യേകിച്ച് പറയേണ്ടതായിട്ടുള്ള ഒരു ആവശ്യമില്ല. കാരണം അത് എല്ലാവർക്കും അറിയാവുന്ന ശരിക്കും ഇതിന്റെയൊക്കെ ഒരു മെയിൻ റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള കാര്യങ്ങൾ ആരും തുറന്നു പറയണില്ല എന്നുള്ളതാണ് കറക്റ്റ് കാര്യം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ വന്ന ഒരു ഭൂരിപക്ഷം 90% ആൾക്കെടുത്ത് നോക്കുവാണെങ്കിൽ വന്നു 6 മാസം കഴിയുമ്പോൾ എല്ലാവർക്കിടയിലും ഐഫോൺ ഉണ്ട്. ഇപ്പൊ നമ്മളിവിടെ ഇരിക്കണവർക്കിടയിൽ തന്നെ എനിക്ക് തോന്നുന്നു 10 പേർക്കും ഐഫോണാണ്. പക്ഷെ ഞാന് ഒരാൾക്ക് ഞാനൊരു അഡ്വൈസ് കൊടുത്തു. അയാൾ പിന്നെ എന്നെ ഭയങ്കരമായിട്ട് താങ്ക്സ് പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയച്ചു. കാരണം മൂപ്പര് സൗദിയിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിരിക്കുക. അബീസ് ബ്രോ, ഞാനിങ്ങനെ സൗദിയിൽ ഇത്ര വർഷം വർക്ക് ചെയ്യുകയാണ്, എനിക്കൊരു 1.5 ലക്ഷം രൂപ സൗദിയിൽ കിട്ടുന്നുണ്ട്. അപ്പൊ ഞാൻ പുള്ളിക്ക് കൊടുത്ത ഒരു ഒറ്റ അഡ്വൈസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രോ ഇപ്പം വൈഫിനോടൊപ്പം വരിക, പക്ഷെ ഇപ്പൊ ചെയ്യണ ജോലിയിൽ ഒരു 3 മാസം വെക്കേഷൻ കൊടുത്തിട്ട് വരാൻ പറഞ്ഞു. മൂപ്പര് ഇവിടെ 3 മാസം വെക്കേഷൻ കൊടുത്തിട്ട് ഇവിടെ വന്ന് ഇവിടെ ഒന്നും സെറ്റ് ആയില്ല. തിരിച്ചു പോകുമ്പോൾ ജോലിയുണ്ട്, പക്ഷെ ബാക്കിയുള്ളവർ എടുത്ത് ചാടുക. സത്യം പറഞ്ഞാൽ UK എന്താണ് ഞാൻ ഇവിടെ വരുമ്പോ പഠിച്ചത്. നമ്മൾ നാട്ടിലിരിക്കുമ്പോ എന്താണ് UK? നല്ല ബീച്ച്. നമ്മൾ കാണുമ്പോ എന്താ ചെറായിൽ സായിപ്പും മദാമയും വരുമ്പോൾ ഇതെല്ലാം UK-ലാണോ? UK-ലെല്ലാം അടിപൊളി ആളുകളാലോ, നല്ല സുന്ദരികളുണ്ട്, എല്ലാം ഭയങ്കര പബ്ബുണ്ട്, നൈറ്റ് ലൈഫ് ഉണ്ട്, ഭയങ്കര ഫ്രീഡം. നമ്മൾ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് മുഴുവൻ മലയാളികളാണ്, കാണുന്നില്ല. സത്യം പറഞ്ഞാൽ ഞാൻ UK-ൽ വന്ന് ഒരു 6 മാസം എടുത്ത് ഒരു പ്രോപ്പർ ഇംഗ്ലീഷുകാരനെ കാണും. ഞാനിങ്ങനെ ചോദിക്കും, അത്യാവശ്യം നല്ല വെളുത്ത് നല്ല ശൈലിക്കുള്ള ഒരാളാകുമ്പോൾ ചോദിക്കും എവിടെന്നാ? റൊമാനിയ. അല്ലി പറയും ബുൾഗാരിയ, അല്ലി പറയും സ്ലോവാക്യ. ഞാൻ ചോദിച്ചു ഇതിൽ ആരെങ്കിലും UK-ലുണ്ടോ? ചിലവര് പറയും എന്റെ ഹസ്ബൻഡ് UK-കാരനാ, ഞാൻ റൊമാനിയക്കാരനാ. അങ്ങനെ ഒരു സംഭവമാണ്. അപ്പം നമ്മള് ഈ കാണുന്ന പടങ്ങളും അതും ഇതെല്ലാം കണ്ട് UK-ന് ഒരിക്കലും വരും. ഞാൻ വരുമ്പോ എന്താ എന്റെ വിചാരം, നല്ല ഷോർട്സ് ഇറങ്ങു, ബീച്ചിൽ പോകണം. ഞാൻ സത്യം പറയാം, ബി ഓപ്പൺ, ഞാൻ 2.5 വർഷം UK-ൽ ആകെ 2 തവണ ബീച്ചിൽ പോയിട്ടുണ്ട്. അതും ഇവിടുന്ന് വെയിൽസ് ഏകദേശം ഒരു 40,000 രൂപ മുടക്കി പോയി വെയിൽസിൽ പോയി ബീച്ചിൽ ഇറങ്ങി വന്നു. അപ്പം എല്ലാം കണ്ടറിഞ്ഞു തന്നെ. പിന്നെ ചിലവരോട് ഞാൻ അഡ്വൈസ് ആയിട്ട് കൊടുക്കണം എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോ UK-ലോട്ട് വരുന്നു എന്ന് പറയുമ്പോൾ ഞാൻ അവരോട് ഒരു 5 മിനിറ്റ് സംസാരിക്കും. എങ്ങനെയാണ് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട്? കാര്യം 3 വീട്ടിൽ 3 ബെഡ്റൂം ഉണ്ടെങ്കിൽ 4 ബാത്റൂം ഉള്ളിടത്തുനിന്നായിരിക്കും അവൻ വന്നത്. ഇവിടെ വന്ന് 4 ബെഡ്റൂമിന് 1 ബാത്റൂമാണുള്ളൂ. അപ്പൊ ആ ഒരു വ്യത്യാസമുണ്ട്. ഇവിടെ വന്നിട്ട് ഇതൊന്നും ആരും എനിക്ക് പറഞ്ഞു തന്നില്ലല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവന്റെ ആവശ്യമാണ് അന്വേഷിക്കേണ്ടതെന്നുള്ളത്. അതെ, ഇവിടെ വരുന്ന മിക്ക 90% ആളുകൾ ഇതൊന്നും അറിയാതെ
നല്ല കമ്പനികളിൽ നിന്ന് ജോലി ഉപേക്ഷിച്ച് ഇങ്ങോട്ട് വന്ന കുട്ടികളുണ്ട് അല്ലെ. അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു ട്രാപ്പ് പോലെയാണ്. അവരൊക്കെ എന്തൊക്കെയോ കണ്ട് ഈ പറഞ്ഞതുപോലെ ഒരു ഫ്രീഡം എന്ന് പറയുന്ന ഒരു ഫാക്ടറും കൂടെ ഉണ്ട്. കുട്ടികളെല്ലാരും ഇങ്ങോട്ട് വരുന്നതിൽ എന്തോ വീട്ടുകാരിൽ നിന്നുള്ള ഒരു ഫ്രീഡം, നാട്ടുകാരിൽ നിന്നുള്ള ഒരു ഫ്രീഡം, അതൊരു വലിയൊരു ഫാക്ടറാണ്. അതിനു വേണ്ടിയിട്ട് നാട് കടന്ന ആളുകളും ഉണ്ട്. പക്ഷെ ഇവിടെ വന്ന് കഴിയുമ്പോഴാണ് അതിന്റെ റിയാലിറ്റി എല്ലാവർക്കും മനസ്സിലാവുന്നത്. ആ ഫ്രീഡത്തിന്, അതായത് നിങ്ങൾ ആ ഫ്രീഡത്തിന് വേണ്ടി കൊടുക്കുന്ന വലിയ വിലകളാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും. ഹെൽത്ത് കൊടുക്കണം, നമ്മുടെ സോഷ്യലായിട്ടുള്ള ലൈഫിന്റെ ബാലൻസ് കൊടുക്കണം, നമ്മുടെ മറ്റേ എന്താ പറയാ ഫാമിലി ടൈം കൊടുക്കണം, അങ്ങനത്തെ ഇതെല്ലാം ഇതിൽ പെടുന്ന. അല്ല, ഈ ഫ്രീഡം വേണമെങ്കിൽ ഇവിടെ വന്നോണെന്നില്ല, നമ്മുടെ അടുത്തുള്ള തമിഴ്നാട്ടിൽ പോയാൽ പോലെ, ഈ ബാംഗ്ലൂർ പോയാൽ പോലെ, ഇവിടെ ഇത്രയും കാശ് മുടക്കി ഇങ്ങോട്ട് വന്നോന്ന് ഒരാവശ്യമില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ഒരു സമയത്ത് എല്ലാം ഭയങ്കര പണ്ട് കാലത്ത് ഗൾഫിലേക്കും സൗദിയിലേക്കും ആളുകൾ മാറിയിരുന്നത് പോലെ ഇപ്പോഴത്തെ ഒരു കുട്ടികൾ നേരെ UK യും കാനഡയിലേക്കും മാറുക എന്ന് പറയുന്ന ഒരു ഫാഷനായിട്ട് മാറി എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ UK ഇരുന്നാണ് സംസാരിക്കുന്നത്, നമ്മളും അതൊക്കെ സ്വീകരിച്ച് ഇങ്ങോട്ട് വന്ന ആളുകളാണ്. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാം എന്തിനാണ് ഇതൊക്കെ കേട്ടിട്ട് ഇതൊക്കെ അറിഞ്ഞിട്ട് ഇവിടെ ഇരിക്കണേന്ന്. പക്ഷെ ഇതൊക്കെ ഞങ്ങളൊക്കെ പെട്ടുപോയൊരവസ്ഥയിലിരിക്കുന്ന ആളുകളാണല്ലേ പകുതി പേര്. എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞാണ് കേട്ടോ, ബാക്കി എല്ലാവർക്കും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്റെ കേസിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇതിനു മുമ്പും അനുഭവങ്ങളുണ്ടായിരുന്നു. ഞാൻ ഗൾഫിൽ ഒരു 6 വർഷം നിന്നപ്പോൾ ഞാൻ 12 പേരുള്ള റൂമിലേക്ക് നിന്ന് നമ്മൾ അതിനോട് അഡാപ്റ്റ് ആയി ഗ്രാജുവലി. അപ്പം എന്റെ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ ഇവിടെ ഒരു ഡിഗ്രി എടുത്ത് വെക്കുക, ഒരു 4 വർഷത്തെ UK ഡിഗ്രി. വൈഫാണ് പഠിക്കുന്നത്. പക്ഷെ മനസ്സിലാക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇവർക്കിടെ പലതിനോടുള്ള സമീപനം, ഇവർക്ക് മതത്തിനോടുള്ള സമീപനം, അല്ലെങ്കിൽ ഒരാളോടുള്ള സമീപനം, അല്ലെങ്കിൽ അടുത്തവന്റെ ലൈഫിലോട്ട് എത്രത്തോളം നോക്കാം, അല്ലെങ്കിൽ പേരൻസും മക്കളും. ഇപ്പൊ നമ്മുടെ ഇപ്പൊ കേരളത്തിൽ സന്തോഷം ഇങ്ങനെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ലൈഫിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് യൂറോപ്പ് കാണാൻ പറ്റുവാണെങ്കിൽ ഒത്തിരി സംഭവങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യമുണ്ട്. എന്താണ് ലൈഫ്? ഇപ്പം ഒരു മലയാളീനെ എടുത്തു കഴിഞ്ഞാൽ അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ? ഒരു വീട് വെക്കണം എന്നുള്ളതാണ്. ഞാൻ എന്റെ ഓഫീസിലേക്കും അത്യാവശ്യം നല്ല പേയ്മെന്റും, ഞങ്ങളുടെ മെയിൻ അതായത് ഓപ്പറേഷൻ മാനേജർ വരെ 42-ാം വയസ്സിലാണ് ഒരു വീട്. അതായത് എല്ലാം ഒരു ലൈഫിന്റെ എല്ലാ അടിച്ചുപൊളികളും ട്രാവലും എല്ലാം കഴിയുമ്പോഴാണ് അവര് ഒരു വീട്. പക്ഷെ നമ്മുടെ നാട്ടിലോ 26-ാം വയസ്സിൽ പെണ്ണ് ആലോചിക്കുമ്പോൾ പെണ്ണിന്റെ വീട്ടുകാർ ആദ്യം ചോദിക്കുന്നത് വീട് എന്താണ്. അപ്പം അതിനുള്ള ഒന്നും ഒരു ലൈഫ് എക്സ്പീരിയൻസ്. പക്ഷെ ഇവിടെ നമുക്ക് നല്ലൊരു എക്സ്പ്ലോഷർ കിട്ടണ്ടേ. ഇപ്പൊ എന്നോട് ചോദിക്കുവാണെങ്കിൽ ഇപ്പൊ റിവേഴ്സ് മൈഗ്രേഷൻ നല്ലതാണോ മോശമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും റിവേഴ്സ് മൈഗ്രേഷൻ എപ്പോഴും നല്ലതാണ്. കാരണം നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു സ്ഥലത്ത് നിങ്ങളിങ്ങനെ എന്താ പറയാ, നിങ്ങൾ കഷ്ടപ്പെട്ട് നമ്മൾ ജീവിക്കണം. ഇഷ്ടമില്ലാത്ത ഒരു സ്ഥലത്ത് ഇഷ്ടമില്ലാത്തൊരു ജോലി ചെയ്ത് ഇഷ്ടമില്ലാത്ത ആൾക്കാരിലൂടെ ഓരോ ദിവസം തള്ളി നീക്കി ജീവിക്കുന്നതിന് ഭേദം നിങ്ങൾ തിരിച്ചു പോകണം. പക്ഷെ തിരിച്ചു പോകുന്നതിന് മുന്നേ ഇപ്പൊ അഭിഷേക് പറഞ്ഞല്ലോ, ഞാനിപ്പം എന്റെ ഫീൽഡ് വിട്ടിട്ട് കുറെ കാലമായി. അതുപോലെ ഉള്ള ആൾക്കാരുണ്ടോ? അപ്പം നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് തിരിച്ച് എക്സ്പീരിയൻസ് ഉള്ള ആളിൽ ആ ഫീൽഡിൽ എത്രയൊക്കെ മാറ്റങ്ങൾ വരുത്തിയെന്ന് നിങ്ങൾ പഠിക്കണം. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഞാൻ അടുത്ത മാസം തിരിച്ച് നാട്ടിലോട്ട് പോയിട്ട് എനിക്ക് അവിടെ ജോലി കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല, പ്രത്യേകിച്ച് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ. അപ്പം അതനുസരിച്ച് നിങ്ങളുടെ സ്കില്ല് നിങ്ങൾ ഡെവലപ്പ് ആക്കുക. പുതിയ പിള്ളേർ വരുന്നുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള സ്കില്ലും പ്ലസ് നിങ്ങൾക്ക് ഈ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എപ്പോഴും ഒരു അഡ്വാൻറ്റേജ് പോയിന്റ് ആണ്. ഇപ്പം എന്താ പറയുക, ഇപ്പം മാർക്കറ്റിംഗിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാള് ഇവിടെ വന്ന് കെയർ ഹോമിൽ കയറി തിരിച്ചങ്ങോട്ട് പോകുമ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു, പുതിയ AI എന്തൊക്കെ മാറ്റങ്ങൾ വന്നു എന്നൊക്കെ നിങ്ങൾ പഠിച്ച് നിങ്ങൾ നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്ത്, അതായത് നിങ്ങൾ തിരിച്ചു പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു മിനിമം ഒരു വർഷം മുന്നേ നിങ്ങൾ അതിനുള്ള തയ്യാറെടുപ്പുകൾ നിങ്ങൾ തുടങ്ങണം. ഓക്കെ, എനിക്ക് ഈ ഇത്ര ഒരു വർഷം കഴിയുമ്പോൾ എനിക്ക് ഇവിടെ തിരിച്ചെത്തണം. അങ്ങനെ ആകുമ്പോൾ എനിക്ക് തിരിച്ച് നാട്ടിലോട്ട് പോകാൻ എന്തൊക്കെ സ്കിൽസ് ആണ് വേണ്ടത്, എൻ്റെ ഇപ്പോൾ കറന്റ്ലി വർക്ക് ചെയ്യുന്നതിൽ എന്തൊക്കെയാണ് പുതിയ ട്രെൻഡ്, എന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നത്, അതനുസരിച്ച് ഞാൻ എങ്ങനെ മാറ്റങ്ങൾ ചെയ്യാമെന്ന് നിങ്ങൾ കഷ്ടപ്പെടണം. അതായത് നിങ്ങൾ അവിടുന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ എന്തൊക്കെ കഷ്ടപ്പാട് സഹിച്ചോ നിങ്ങൾ, അതായത് നിങ്ങളുടെ ജോലി ഉപേക്ഷിച്ചു, നിങ്ങൾ ഇവിടെ വന്ന് ഇവിടെ പുതിയൊരു രാജ്യത്ത് വന്ന് പുതിയ ആൾക്കാരുമായി മിങ്കിൾ ചെയ്ത് പുതിയ കൾച്ചർ പഠിച്ച് അങ്ങനെ എന്തൊക്കെ കഷ്ടപ്പാട് സഹിച്ചാൽ അതേ കഷ്ടപ്പാടുകൾ നിങ്ങൾ തിരിച്ചു പോകുമ്പോഴും എടുക്കണം. അല്ലാണ്ട് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ നാളെ ഞാൻ തിരിച്ച് അവിടെ ചെന്നപ്പോൾ എനിക്ക് ജോലി കിട്ടുമെന്ന്, കിട്ടുന്നവരുണ്ടാവും പക്ഷെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് നിങ്ങൾ പോകരുത് എന്നാണ് എനിക്ക് പറയുന്നത്. ഇവിടെ ഇങ്ങോട്ട് വന്ന തീരുമാനമെടുത്തതിനേക്കാളും 100 ഇരട്ടി ചിന്തിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് റിവേഴ്സ് മൈഗ്രേഷൻ എന്ന് പറയുന്നത്. കാരണം അത് അത്രയും ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. നമ്മൾ എന്തായാലും വന്നു, അത് നമ്മുടെ ലൈഫിൽ നമ്മൾ ചെയ്ത ചിലപ്പോ നല്ലതിനാവാം, ചിലപ്പോ ചീത്തയ്ക്കാവാം. അതൊക്കെ നമ്മൾ വർക്ക് ചെയ്യുന്നത് പോലെയും അതുപോലെ നമ്മുടെ ഒരു ഭാഗ്യമെന്നും നമ്മളെ തുണയ്ക്കുന്നത് പോലെയുമാണ്. ഇത് ഭാഗ്യമെന്ന് ഞാൻ പറഞ്ഞ ഏതാണ്ട് ദൈവത്തിന് വിടുന്ന ഒരു അവസ്ഥയല്ല. പക്ഷെ എന്നാലും ഇതിനൊക്കെ ഒരു ചെറിയ ഒരു ഭാഗ്യം കൂടെ നമ്മുടെ കയ്യിലുണ്ട് എന്ന് ഞാൻ പറയും കേട്ടോ. കാരണം ഇവിടെ വന്ന് ഒത്തിരി കഷ്ടപ്പെട്ടിട്ട് ഒന്നും ആവാതെ തിരിച്ചു പോയ ആളുകളെ നമുക്കറിയാം. ഒന്നുമില്ലാതെ വന്ന്, ഒരു വിദ്യാഭ്യാസം ഇല്ലാതെ വന്ന് ഇവിടെ വന്ന് വളരെ വലിയ നിലയിലെത്തിയ ആളുകളെ നമുക്കറിയാം. അപ്പോ ഇതെല്ലാം ഒരു ഞാനുമേൽ കളിയാണ്. നമ്മൾ വന്നു,
നമ്മൾ എന്തായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് നമ്മൾ കുറച്ചു കാലം കൂടെ നിന്ന് എല്ലാം നമുക്ക് പോസിറ്റീവായി വരുമോ എന്ന് നമുക്ക് നോക്കി മുന്നോട്ട് പോവുക. റിവേഴ്സ് മൈഗ്രേഷൻ ചെയ്യുന്നതിന് മുമ്പ് ജിതിൻ പറഞ്ഞത് വലിയൊരു ടിപ്പാണ്. നമ്മുടെ എന്തേലും നമുക്കൊരു ടാലന്റ് നമ്മൾ ചെയ്തതിൽ എന്തെങ്കിലും നമുക്ക് പ്ലസ് ചെയ്യാൻ പറ്റുമോ എന്ന് ഇവിടെ എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ തന്നെ അതിനകത്ത് എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിയിട്ട് നിങ്ങൾ അത് ആഡ് ഓൺ ചെയ്തിട്ട് അങ്ങോട്ട് മുന്നോട്ട് പോവുക. അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. റിവേഴ്സ് മൈഗ്രേഷൻ ഒരിക്കലും നിങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് അത് ചോദ്യചിഹ്നമാണ് നമ്മുടെ മുന്നില്. കാരണം നമ്മൾക്ക് അവിടെ അവസരങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് കയറി വന്നത്. അപ്പൊ ഇനി നമ്മൾ തിരിച്ചു പോകുമ്പോൾ എന്ത് അവസരമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എന്ന് നിങ്ങൾ ആലോചിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ലൈഫ് സെറ്റിൽ ആവാനുള്ള ടൈം വളരെ കുറച്ചേ ഉള്ളൂ. നിങ്ങൾ ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.